കേരളം ലഹരിമരുന്നിന്റെ പറുദീസയായി മാറിയെന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ലഹരി നാടിനെ കാർന്നു തിന്നുമ്പോഴും പിണറായി സർക്കാർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണെന്നും വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായ ലഹരി നമ്മുടെ കൗമാരത്തെയും യുവത്വത്തെയും കാർന്നു തിന്നുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. 2022 പ്രതിപക്ഷം ഈ വിഷയത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാട്ടിയിരുന്നു. 2-3 കൊല്ലം കഴിഞ്ഞിട്ടും പിണറായി സർക്കാരിന് അനക്കമില്ല. പോലീസും എക്സൈസും ലഹരിവേട്ടയ്ക്കായി ഓടി നടക്കുന്നുണ്ടെന്നും കേരളത്തിൽ ലഹരി വിൽപ്പന വ്യാപകമായെന്ന് ഇപ്പോഴാണോ നിയമപാലകർ അറിഞ്ഞതെന്നും വി.ഡി. സതീശൻ ചോദിച്ചു. കോതമംഗലം ചെറുവട്ടൂരിൽ ടർഫ് കോർട്ടിന്റെയും ഓപ്പൺ ജിംനേഷ്യത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2022 പ്രതിപക്ഷം നിയമസഭയിൽ ഈ വിഷയത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാട്ടി. ഞങ്ങൾ ഗവൺമെന്റിന് പൂർണ്ണമായ പിന്തുണ നൽകി. ഇത് അവസാനിപ്പിക്കാൻ 2 കൊല്ലം കഴിഞ്ഞിട്ടും 3 കൊല്ലം ആയിട്ടും ഒരനക്കവും ഇല്ല എന്ന് മാത്രമല്ല, കേരളം ലഹരി മരുന്നിന്റെ പറുദീസയായി മാറുകയാണ്. 2025 ഞങ്ങൾ കൊണ്ടുവന്ന് ശക്തിയായി സർക്കാരിനെതിരായി വകുപ്പുകൾക്കെതിരായി മാഞ്ഞടിച്ചു. ഇപ്പോൾ സംസ്ഥാനത്ത് എക്സൈസും പോലീസും ഓടി നടന്ന് പിടിക്കുന്നുണ്ടല്ലോ. ഇപ്പോഴാണോ അവരറിഞ്ഞത് ഇത്രയും ലഹരി മരുന്ന് കേരളത്തിലുണ്ട് എന്ന്? അതിനു മുമ്പ് ഇതൊക്കെ ചെയ്യാമായിരുന്നല്ലോ. ഇതും ചെയ്താൽ പോരാ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇപ്പോൾ ചോദിച്ചാൽ പറയും, കേസെടുത്തതിൻ്റെ എണ്ണം പറയും. കഴിഞ്ഞ കൊല്ലം എടുത്തതിൻ്റെ കേസ്, അതിൻ്റെ തലേ കൊല്ലം എടുത്തതിൻ്റെ കേസ്, ഈ കൊല്ലം എടുത്തതിൻ്റെ കേസ്. ഏത് കേസാണ് കൂടുതൽ എടുക്കുന്നത്? ഈ വലിച്ചുകൊണ്ടിരിക്കുന്നവല്ലേ അത് പിടിക്കുന്നത്. അവൻ അപ്പം തന്നെ ജാമ്യത്തിൽ വിടും. അവൻ ജാമ്യത്തിൽ വിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ സാധനം മേടിച്ച് അടുത്തത് വലിക്കും. അല്ലേ? അതല്ലേ നടക്കുന്നത്? കേരളത്തിലേക്ക് ലഹരി ഇറക്കുമതി ചെയ്യുന്ന വമ്പൻ കണ്ണികളെയാണ് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതെന്നും സ്പിരിറ്റ് കേരളത്തിൽ ഇല്ലാതാക്കിയതുപോലെ മയക്കുമരുന്നും തുടച്ചു നീക്കണമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കേരളത്തിലേക്ക് ഇത് സപ്ലൈ ചെയ്യുന്ന വലിയൊരു സപ്ലൈ ചെയിൻ ഉണ്ട്. അവരെ മുഴുവൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. പണ്ട് സ്പിരിറ്റ് കേരളത്തിൽ ഇല്ലാതാക്കിയത് അങ്ങനെയാണ്. കേരളത്തിലേക്ക് സ്പിരിറ്റ് കടത്തുന്നവരെ നമ്മുടെ പോലീസ് തന്നെ പിടിച്ചു കൊണ്ടുവന്നു, വലിയ വമ്പന്മാരെ. അപ്പോഴാണ് സ്പിരിറ്റ് ലോബി തീരുമാനിച്ചത് ഇനി കേരളത്തിലേക്ക് സ്പിരിറ്റ് സപ്ലൈ ചെയ്യണ്ട. അതുപോലെ മയക്കുമരുന്ന് ലോബി കൊണ്ടൊരു തീരുമാനം എടുപ്പിക്കണം, കേരളത്തിലേക്ക് ഇത് കൊടുക്കണ്ട. അതിന് ചെയ്യണം, അതിന് തയ്യാറെടുപ്പ് വേണം. അത് സർക്കാർ ചെയ്യണം, പോലീസും എക്സൈസും. നമ്മളെല്ലാം എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇതിനെതിരായി അതിശക്തമായ ബോധവൽക്കരണം നടത്തണം. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.